ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കാം, എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. എടാ ജയദീപേ, എടാ വെള്ളമില്ലല്ലോ. ജഗദീപേ വെള്ളം. എടാ ജയദീപേ വെള്ളം എവിടോ? യവനെ ഞാൻ ഇന്ന് അറബിക്കടലിൽ കൊണ്ടുപോയി മുക്കും. നേരം വെളുത്തപ്പോ തുടങ്ങിയ കുടിയാണ്. നിനക്കിനി ഇവിടെ വെള്ളം ഇല്ല. എടാ ജയദീപേ വെള്ളം എവിടോ? ഏടേ നീ ഇവിടെ കിടന്ന് വെള്ളം എന്ന് വിളിച്ചുണ്ടാക്കുമ്പോ വെള്ളം കൊണ്ടുവരാൻ നിന്റെ കെട്ടികളെ കൊണ്ടിരുത്തിയിരിക്കുന്നതാണ് അവിടെ. എടാ നിന്റെ കെട്ടികൾ എവിടെയാടാ? അവളെ വിളിക്കേ. എടാ നിനക്ക് പറ്റില്ലെങ്കിൽ നീ അവളോട് പറ എനിക്ക് വെള്ളം കൊണ്ടുവരാൻ. എടാ ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ. എനിക്ക് ചോദിക്കുമ്പോ കള്ള് തരാനും അയലൊഴിക്കാൻ വെള്ളം തരാനും എടാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ. ഇതല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ലക്ഷണം കണ്ടിട്ട് അവ എന്റെ കൈ കൊണ്ട് തന്നെ തീരുമെന്നാ തോന്നുന്ന. വിഷ്ണുവിന്റെ കൈക്കൊന്നും ഇവൻ പോവൂല. ഞാൻ ഗസ്റ്റാ. ഗസ്റ്റിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം ഗസ്റ്റിനെ നോക്കാൻ നിൽക്കുന്നവന്റെ ചുമതലയാ. നീയേ ഗസ്റ്റ് അല്ലേ? ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഗോസ്റ്റ് ആവും. എന്റെ ദൈവമേ, ഈ പട എന്റെ പടലിക്ക് തന്നെ വന്ന് കയറിയില്ലെന്നാണ്. ഇതിന് മാത്രം ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ്? എടാ ജയദീപേ, ഓ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയൂ? ഇല്ല. രാജാവാടാ, രാജാവ്. ചെങ്കോലും കിരീടം അല്ലോ മേടിച്ച രാജാവ്. എന്നിട്ട് ആ രാജാവ് വന്ന് കിടക്കണത് വല്ലവന്റെ വീട്ടിനകത്ത്. എടാ നിനക്ക് നാണം ഉണ്ടാടാ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കാനായിട്ട്? നിന്നെ കൊണ്ട് അവക്കൊരു ശല്യം ഇല്ല, പക്ഷെ എനിക്ക് നല്ല ശല്യമുണ്ട്. എടാ മനുഷ്യനായ കുറച്ച് നാണവും മാനവും വേണം. ദൈവം സഹായിച്ച് ഇത് രണ്ടും നിനക്കില്ലല്ല. എനിക്ക് നാണമില്ല മാനവുമില്ല. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഭാര്യയെ വേണ്ട, വീടുമില്ല, കുട്ടിയില്ല. ഇതൊന്നും ഇല്ലാതെ എന്തിനാടാ നാണവും മാനവും? എന്തൊരു അഭിമാനത്തോടു കൂടി അവ ഇത് പറയുന്ന കേട്ടിട്ട് തന്നെ രോമാഞ്ചം ഉണ്ടാവുന്നു. ഒന്നുമില്ലാത്തവനാ ഞാൻ. രോഹിത്തെ, നിനക്കെല്ലാം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ പറയുന്നത് പോലെ നീ നിക്കണം. സുസ്മിതേ, നീ നിന്റെ ചിറ്റപ്പനും പറയുന്ന പോലെ അല്ലേ ഞാനിവിടെ നിൽക്കുന്നേ? അത് തന്നെ അട പൊട്ട നിന്റെ നാശവും. രോഹിത്, നിനക്ക് പ്രതികാരത്തോടെ നിന്നെ അടിച്ചിറക്കിയ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള വകുപ്പൊക്കെ ഞങ്ങൾ ഒപ്പിച്ചുതരാം. രാജാവിനെ പോലെ വീട് ഭരിക്കാനുള്ള ഒരു അവസരവും. അതിന് നീ ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടി വരും. ഇനി അവനെ കൊണ്ട് എന്ത് നടക്കാനാണ് സുസ്മേ? കുറെ കുപ്പി വാങ്ങിച്ച് മുന്നിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ചു തീർക്കാന്നുള്ളതല്ലാണ്ട് ഒരാളടുത്ത് നേരെ നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ പോലും അവന് ത്രാണിയില്ല. ഞാൻ വന്നാ മതിയാവൂ? എനിക്കൊന്ന് രാജാവായ പൊളിക്കൂ. വരൂ വരൂ ബന്ദ്ര. എന്താണ് ഇവിടെ? വിഷ്ണുവിന്റെ മഹാസുദർശന ചക്രത്തെ തടുക്കാൻ വിഷ്ണുവിന് പോലും കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ കളക്ടർ ശാലിനിയുടെ വിഷ്ണുവിനെ ഒതുക്കാൻ ശക്തനായൊരു പോരാളിയെ ഉപേന്ദ്രനെ ഞാൻ തരിക. ഇവനെ വെച്ച് നമുക്ക് അവരെ ഒതുക്കാം. ഇവനാണ് നമ്മളെ ഇപ്പോഴത്തെ തൂർപ്പിച്ചിട്ട്. എന്റെ സാമ്രാജ്യത്തിൽ കയറി അവൻ ഗുണ്ടായുസം കാണിച്ചത്. എന്റെ കഴുത്തിലെ അറക്കവാൾ മുട്ടിച്ചവന്റെ കൊരവള്ളി അറുക്കാൻ എനിക്കൊരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ അത് വേണ്ട. കർമ്മം ചെയ്യുമ്പോ മനസ്സറിഞ്ഞ് സ്വന്തം കയ്യിൽ മോതിര വിരലിൽ ദർപ്പയിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? എന്നെ അടിച്ച അടിക്ക് എനിക്ക് എന്റെ കൈ കൊണ്ട് എന്നെ തിരിച്ചടി അടിക്കണം. അതിനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കി തരണം.
എന്റെ ചങ്ക് കലക്കി അവന്റെ അടിനാവ് നോക്കി എനിക്കൊരു ചവിട്ട് ചവിട്ടണം. അവൻ സർവ്വ ദൈവങ്ങളെ ഓർത്ത് അമ്മേന്ന് വിളിച്ചു പോകുന്ന ചവിട്ട് അതെനിക്ക് ചെയ്യണം. അപ്പൊ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് വേഷ വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ള വരവാണ്. ഇനി ഇവനും കൂടി വാങ്ങിച്ചു കൊടുക്കണം. അതിനാണ് ഈ കൂട്ടിനെ വിളിക്കുന്നത്. എത്ര കിട്ടിയാലും ഇവനൊന്നും നന്നാവില്ലല്ലോ. തന്റെ മുന്നിലുള്ള ശത്രുക്കളെല്ലാം ഒന്നിച്ചു മുന്നിലേക്ക് വരുമ്പോ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചു നിന്ന് പോരാടുന്നതാ. തന്റെ മുന്നിലുള്ള ശത്രുക്കളെല്ലാം ഒന്നിച്ചു മുന്നിലേക്ക് വരുമ്പോ ഏതൊരു പോരാളി ഒന്ന് ഭയക്കും. ആ ഭയം ഒന്ന് മതി അവന്റെ മനസ്സ് തകർത്ത് അവനെ പരാജയപ്പെടുത്താൻ. അടുത്ത ഇടി വാങ്ങിച്ചു കൂട്ടാനുള്ള സാരോപദേശ ക്ലാസ്സാണ് നടക്കുന്നത്. ഇത് കേട്ടിട്ട് വേണം രണ്ടെണ്ണന്മാരെ കൂടെ ചെന്ന് വാങ്ങിച്ച് കെട്ടാൻ. ഇവനൊന്നും എത്ര കിട്ടിയാലും മതിയാവൂലെന്നാണ്. ജഗദീപേ, ഒരു കുപ്പി ഉണ്ടോന്ന് വെക്ക്. തന്ത്രങ്ങൾ മെനയുമ്പോ വീര്യം കൂടിയത് വരാൻ സോമരസം നല്ലൊരു വഴികാട്ടിയാ. ആ ചിറ്റപ്പ വാ ഇരിക്ക്. വാടോ. വാ ഇരിക്ക്. എടാ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ല ഇത്. എന്തിനാണോടാ ഞാൻ ചോദിച്ചപ്പോ ഇത് തരായിരുന്നേ? സുസ്മിത, ഇത് എന്നെ തീരെ ബഹുമാനമില്ല കേട്ടോ. പറഞ്ഞ അനുസരണമൊന്നുമില്ല. ആ, നീ എന്റെ അച്ഛനല്ലേ, നീ പറയുമ്പോ അനുസരിക്കാനും ബഹുമാനിക്കാനും. ആണെങ്കിൽ അടിച്ചിട്ട് പോടാ. ഇപ്പൊ അവൻ തടിമില്ലി വന്നു. ഇനി അവൻ നമ്മളെ അണ്ണാക്കി കയറിയിരിക്കും. അതിനു മുമ്പ് തീർക്കണം. ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കാം, എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. കൊല്ലുന്നത് നമ്മളാണെങ്കിലും അകത്ത് പോകുന്നത് ദേ അവനായിരിക്കണം. ജപ്തി നടന്നതിന്റെ സങ്കടത്തിൽ അനിയനെ പോലെ കൊണ്ടു നടന്നവനെ തഞ്ചത്തിൽ വിളിച്ചോണ്ടുപോയി മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തു കൊന്നു എന്നാക്കണം. അതുമല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിൽ പിടിയിൽ തീർത്തു ഈ പുന്നാര അനിയൻ എന്നും ആവാം. രണ്ടായാലും വിഷ്ണു എന്ന വടവർഷം അടിപതറി വീഴും എന്നേക്കുമായി.